കാഴ്ച എന്നുള്ള കഥയാണ്. അദ്ദേഹത്തിൻ്റെ ദാറ്റ് സ്റ്റോറി വാസ് ചോസൺ ഫോർ മീ. ഇറ്റ് ഈസ് നോട്ട് മൈ ചോയ്സ് എമംഗ് എംപ്റ്റി സ്റ്റോറീസ്. ബട്ട് ദെൻ അത് അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കഥയാണ്. 2005 മറ്റും എഴുതിയ കഥയാണ്. അതിനുശേഷം ചെറുകഥ ആയിട്ട് എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എം ടി സാറുടെ ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള കഥകൾ വളരെ കുറവാണ്. ഇപ്പം മഞ്ഞ് അങ്ങനെയൊക്കെ ഒഴികെ മഞ്ഞ് ഈസ് വൺ റെഫറൻസ് പോയിൻറ്റ്സ് ഫോർ സച്ച് എ സ്റ്റോറി. പിന്നെ അതിൽ കുറച്ച് കോണ്ടംപററി ആയിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ അതിനകത്ത് നല്ലപോലെ വീവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം എന്ന് നോക്കി. പിന്നെ ഒരു സിനിമയുടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അതിനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ സ്റ്റോറിയിൽ നിന്നും. ഇഫ് യു ഹാവ് റെഡ് ഇറ്റ്, അത് കുറേയും കൂടി അത് ഒരു വികാസം പ്രാപിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് പിന്നെ ഒരു ആദ്യത്തെ 1-2 ലെവൽ ഓഫ് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതിയാണ് അതിനെ കോർഡിനേറ്റ് ചെയ്തത്. അവരായിരുന്നു അതിൻ്റെ ലൈൻ പ്രൊഡ്യൂസേഴ്സ്. Parvati of course was my choice. Also the producers Sarigamade choice avaraayirunnu. And we were talking about other projects. Parvati ആയിട്ട് അന്ന് കുറച്ചുകൂടി വലിയ പ്രോജക്ട്സ് മൂവിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. So it was easy and it just came as a bonus opportunity. And ഒറ്റപ്പാലത്തുമൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് റൈറ്റർ ചില ഫിലിം മേക്കേഴ്സിന് മാത്രം വഴങ്ങുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് നിൽക്കാറുണ്ട്. അങ്ങനെയാണോ? വഴങ്ങുന്നത് എന്ന് വെച്ചാൽ എം ടിയുടെ ഒരു രചനാ ശൈലി സിനിമയാവുന്നതോ? മാത്രമല്ല ഞാൻ ചോദിച്ചത്, ഇതിൽ കുറച്ചൊരു മോഡിഫൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഥ ആവശ്യപ്പെടുന്ന രീതിയിൽ കുറച്ചൊന്ന് വികാസം പ്രാപിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ I had no issues at all. None. Nothing. കാരണം കഥയിൽ നിന്നും ധാരാളം വ്യത്യാസമുണ്ട് അതിനകത്ത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഞാനത് ഇതിലെ ഈ സുധ എന്നുള്ള പാർവതി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു ആന്തരിക ലോകത്തെയാണ് ഞാൻ കുറേയും കൂടി അത് ഇവൊക്കേറ്റീവ് ആകാൻ ശ്രമിച്ചത്. അവരുടെ ഒരു പാഷൻ കഥയിൽ ഷീ വാണ്ട്സ് ടു ബിക്കം എ റൈറ്റർ. ഞാനിതിലെ മ്യൂസിക്കിലേക്ക് അത് മാറ്റി, അതിൻ്റെ വേറെ കുറേ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തിയതും ഒക്കെ അദ്ദേഹം പൂർണ്ണമായിട്ടും സ്വീകരിക്കുക ചെയ്തു. ഐ ഡോണ്ട് നോ. നേരത്തെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 കഥകൾ ചെയ്യാനൊക്കെ ആലോചിച്ചിരുന്നു. വിലാപയാത്ര എന്നുള്ളൊരു ലഘു നോവലുണ്ട്. അതുപോലെ തന്നെ പെരുമഴയുടെ പിറ്റേന്ന് എന്നുള്ളൊരു കഥയുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെ ഞാൻ എഴുതിയിരുന്നു. അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹം സമ്മതിച്ചു, ഞാൻ എഴുതിയത്. പക്ഷേ അതിനൊരു കറക്റ്റ് ഒരു പ്രൊഡ്യൂസർ വന്നില്ല. പിന്നെ അതെങ്ങനെ പോയി. ഐ വാണ്ടഡ് ടു ഡു ഷെർലക് ആസ് എ ഷോർട്ട് ഫിലിം. മീൻസ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ച് വന്ന സമയത്ത് അന്നത് ഐ തിങ്ക് ഹി ഹാഡ് കമ്മിറ്റഡ് ടു സം നോർത്ത് ഇന്ത്യൻ ഫിലിം മേക്കർ ഫോർ എ ഹിന്ദി പ്രോജക്റ്റ്. അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇതിൽ പോകുന്നത്. അതിന് പേരായിട്ടിട്ടില്ല. അതിൻ്റെ ഒരു കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹം അത് വായിച്ച് കേട്ടില്ല, അതിലേക്ക് എത്തിയില്ല. ബട്ട് സമ്മതിച്ചു ഈ ഒരു ഐഡിയയോട്. അതിൻ്റെ പേര് വിലാപയാത്ര തന്നെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ വിലാപയാത്ര, യു റിമെമ്പർ സംബഡി കംസ് ചെയ്യാം. പറ്റി പറഞ്ഞപ്പോഴാണ് ഒരുപാട് ലിറ്റററി വർക്ക് സിനിമയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ്. അങ്ങനെ ചെയ്ത അധികം പേര് ഇന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ. എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം? എന്താണ് അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ? ബിക്കോസ് അതൊരു കുറെ റിസ്കി കൂടിയാണ്. ബിക്കോസ് എല്ലാ വായനക്കാരൻ്റെയും മനസ്സിൽ അവനവൻ്റെ കുറേ ഐഡിയാസും ഇമേജസും ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനെ സിനിമയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതൊരു റിസ്ക് കൂടി ഇൻവോൾവ് ആണ്. ബട്ട് സ്റ്റിൽ യു പ്രിഫർ ടു ചൂസ് ദാറ്റ്. എന്തുകൊണ്ടാണ്? ഞാൻ ഈ ഒരു വഴിയിലേക്ക് എത്തിയത് പ്രധാനമായും ഞാനൊരു എഴുത്തുകാരൻ്റെ രീതിയിലല്ല ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഫിലിം മേക്കറുടെ ജോബ് ഡിഫറെൻ്റാണ് ശരിക്കും. അതൊരു സ്റ്റോറി ടെല്ലറാണെന്നൊക്കെ പലപ്പോഴും ഒക്കെ വളരെ കാഷ്വലായി പറയപ്പെടുന്നുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് അല്ല ഫിലിം മേക്കറുടെ എസെൻഷ്യൽ ജോബ്.
ഫിലിം മേക്കറുടെ ജോബ് ഈസ് ടു ക്രിയേറ്റ് ദാറ്റ് ഒരു എക്സ്പീരിയൻഷ്യൽ വേൾഡ്, ദൃശ്യശ്രാവ്യമായിട്ടുള്ളൊരു ലോകത്തെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ഫിലിം മേക്കറുടെ ജോലി. അതിലൊരു ഘടകം മാത്രമാണ് കഥ, അല്ലെങ്കിൽ തിരക്കഥ, കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചേർത്തത്. സോ ആ ഒരു ആർട്ടാണ് എൻ്റെ ഒരു കോളിംഗ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു എഴുത്തുകാരനല്ലാത്തൊരാൾ ഒരു കഥയെ ജനറേറ്റ് ചെയ്യാനോ ഒരു കഥാപാത്രങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കാതെ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം മെറ്റീരിയലുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ഒറിജിനലായൊരു സാധനം എഴുതാൻ തോന്നാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ലിറ്റററി വർക്ക്സ്, മലയാളവും അതല്ലാത്തതും ഇന്ത്യക്ക് വെളിയിലുള്ള ഭാഷയിലുള്ളതൊക്കെ ആയിട്ടുള്ള. സോ മൈ ഫസ്റ്റ് ചോയ്സ് ഓൾവേസ് ഹാവ് ബിക്കം ദാറ്റ്. ആൻഡ് I think that's it opened up and it gave me a very good platform to stand on and create my work, my world, my art. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയില്ല. എനിക്കത് വളരെ എളുപ്പമാണ്. ബിക്കോസ് പ്രേക്ഷകരുടെ ഒരു ഇഷ്ടത്തെ ചിത്രീകരിക്കാനല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കൃതി എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു വൈകാരിക ലോകമുണ്ട്, ഒരു ദൃശ്യശ്രാവ്യ ലോകമുണ്ട്. അതിനാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ വായനക്കാരനും അഗ്നിസാക്ഷിയോ ഖസാക്കിൻ്റെ ഇതിഹാസമോ അവരുടേതായ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ബട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലോകമാണ്. അതിനോട് ഞാൻ പൂർണ്ണമായും നീതി പുലർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പതിവ് പ്രയോഗമുണ്ടല്ലോ, വായനക്കാരനോട് അല്ല രചനയോട് നീതി പുലർത്തുക എന്നുള്ളത്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നീതി പുലർത്തേണ്ടത് സിനിമ എന്നുള്ള മാധ്യമത്തോടാണ്, പ്രേക്ഷകനോടാണ്, തന്നോട് തന്നെയാണ്. കാഴ്ച എന്നുള്ള കഥ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ലോകമുണ്ട്, ഒരു വാല്യൂസിൻ്റെയും ഒരു അതിനകത്തുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻഷ്യലായൊരു ലോകമുണ്ട്. അതിനെ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ശ്രദ്ധ. അല്ല, തീർച്ചയായും അത് എടുക്കണം, അത് വേണം. It depends how you saying that my plot was tampered with and all. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. I was trained in theatre. In theatre, your basic job, a director's job, is to interpret the text. Like you take Shakespeare or Kalidasa or Tennessee Williams, and then you interpret it to your times and your values and your visual sensibilities. അതാണ് ചെയ്യേണ്ടത്. ആ ഒരു അപ്രോച്ച് തന്നെയാണ് സിനിമയിലും എനിക്ക് ഒരു വഴികാട്ടിയായിട്ടുള്ളത്. അല്ലാതെ ടെക്സ്റ്റിനെ ചിത്രീകരിക്കുകയല്ല എൻ്റെ ജോലി, ടെക്സ്റ്റിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യല്ല എൻ്റെ ജോലി, ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ സ്വന്തം കലയോടും സ്വന്തം കാലത്തോടും സ്വന്തം സെൽഫിനോടുമുള്ള നീതി പുലർത്തിക്കൊണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ഇൻ സം വേ. ഡെഫിനറ്റ്ലി there are some people who are going to enjoy it ultimately. അല്ല, കഥയുടെ വായനക്കാരെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെ പിന്തുടരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വൃഥായത്നമാണത്. ഏത് വായനക്കാരനെ? ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം ഞാൻ വായിക്കുമ്പോൾ ഐ വാസ് എ ടീനേജർ. അക്കാലത്ത് ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ മനസ്സ്, ഇന്നത്തെ ഈ കാലഘട്ടം, ഇന്നത്തെ നമ്മൾ മനുഷ്യനെയും സമൂഹത്തെയും മനസ്സിലാക്കിയ രീതി, സോ ഇറ്റ് ചേഞ്ചസ്. സോ ഏത് കാലഘട്ടത്തിൽ ഏത് വായനക്കാരനെ ഞാൻ തൃപ്തിപ്പെടുത്തും? സോ നോവലുകൾ ഇതെല്ലാം സിനിമയാക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര രസകരമായി തോന്നി ഇപ്പം നേരത്തെ പറഞ്ഞ ഡെനിസ് വിൽസന്റെ ഡ്രാമ ഇറ്റ്സെൽഫ് തന്നെ ഒരു സിനിമ പോലത്തെ ഒരു ആ ഒരു പരിവർത്തനം. ഡ്രാമ ആസ് എ ഫോം ഈസ് ജനറലി മോർ ഡിഫിക്കൽട്ട് ദാൻ നോവൽ. സിനിമ ശരിക്കും നോവലിനോടാണ് ക്ലോസർ ആയിരിക്കുന്നത്. കാരണം ഒരു ഡ്രാമയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു യൂണിറ്റി ഓഫ് ടൈം ആൻഡ് സ്പേസ് ആണ്. ഒരു സ്പേസിൽ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു കൺവെൻഷണൽ ഡ്രാമയെക്കുറിച്ചാണ് കേട്ടോ, ഒരു റിയലിസ്റ്റിക് എന്നൊക്കെ പറയാവുന്ന ഡ്രാമയെക്കുറിച്ചാണ്. അത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ പെർട്ടിക്കുലർ ടൈം, ഒരു പ്രത്യേക സ്പേസിൽ
കഥാപാത്രങ്ങൾ വന്ന് അവിടെ നടക്കുന്നതാണ്. വേറെ സിനിമ ഈസ് ടൈമും സ്പേസും എല്ലാം വളരെ ഫ്ലൂയിഡാണ്, കുറേ കൂടി നോവലിന് ചേർന്നതാണ്. അതുകൊണ്ട് ഡ്രാമ ചിലപ്പോൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡ്രാമയിലെ കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു പ്രമേയ അവതരണത്തിൻ്റെ ഒരു വഴി പലപ്പോഴും സിനിമയെ സഹായിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ അകലെ ചെയ്തപ്പോൾ, ടെന്നസി വില്യംസിൻ്റെ ചെയ്തപ്പോൾ അതിലെ 3-4 കഥാപാത്രങ്ങളുടെ ഇൻട്രാക്ഷനിലൂടെ മാത്രം അത് പറയാൻ പറ്റി. ഐ ഡിഡ്ന്റ് ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് അതർ ബിഗർ സ്പേസ്. ഇൻഫാക്റ്റ് ആ കൺഫൈൻമെൻറ്റ് വാസ് പാർട്ട് ഓഫ് ദി തീം. അവരവിടെ പുറത്തു പോകാനാവാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു തീമായി മാറി. അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ സംഭവിക്കും, പക്ഷേ ചിലപ്പോൾ അത് കുറേയും കൂടി ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ശ്രമത്തിലേക്ക് അത് എത്തും. ഫോർ ഇൻസ്റ്റൻസ് ഇലക്ട്ര പല സോഴ്സിൽ നിന്നും ചെയ്തിട്ടുള്ള സോഫോക്ലസിൻ്റെയും എസ്കലസിൻ്റെയും അഗൈൻ യൂജിൻ ഒനീലിൻ്റെയും ഒക്കെ സോഴ്സസ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കുറേയും കൂടി ഒരു ഫ്ലൂയിഡായിട്ടുള്ളൊരു ഫോമാണ്. കാരണം അത്തരത്തിലുള്ളൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഡ്രാമയ്ക്ക് അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. നോവലുകൾ ഇപ്പോൾ ഈ ലിസാഷിയും പിന്നെ ഇപ്പം MTയുടെ മാറ്റി നിർത്തിയാൽ പലപ്പോഴും ഈ ബംഗാൾ നോവലുകളും കഥകളും സുനിൽ ഗംഗോപാധ്യായ അങ്ങനെ എന്താണ് അതിലേക്കൊരു ഇറ്റ്സ് വെരി ഇൻസിഡൻ്റൽ. എന്ന് വെച്ചാൽ ധാരാളം ബംഗാളി നോവലുകൾ തർജ്ജമകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്, ധാരാളം വായിക്കാനിടയായി. ഇറ്റ് ഈസ് അവൈലബിൾ. സുനിൽ ഗംഗോപാധ്യായയുടെയോ താരാശങ്കറിൻ്റെയോ അവരുടെയൊക്കെ നമുക്ക് കിട്ടും. നേരെ നല്ല കന്നഡ റൈറ്റേഴ്സിൻ്റെയോ തമിഴ് റൈറ്റേഴ്സിൻ്റെ പോലും നമുക്ക് അവൈലബിൾ അല്ല. അതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ വഴിക്ക് പോയേനെ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. എന്നൊന്നും അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും നമ്മൾ ഇവിടെ പറയുന്ന ടൈപ്പിലുള്ളൊരു നറേറ്റീവും ഇവിടുത്തെ പ്രമേയങ്ങളും കഥാപാത്ര ചിത്രീകളും എന്നൊക്കെ വ്യത്യാസമുള്ള ഒരു ലോകം അതിലുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഒരേ കടലിൻ്റെയോ അല്ലെങ്കിൽ അരികയുടെ എഗൈൻ സുനിൽ ഗംഗോപാധ്യായണത്. സോ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് അതിലുണ്ട്.